ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്, യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ അറബിക് കോളേജുകളും മദ്രസകളും അതുകൂടാതെ തന്നെ പള്ളികളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിൻ്റെ ആ ഒരു പ്രസ്താവന, അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവന, അതെന്തായാലും വളരെ സ്വാഗതാർഹം തന്നെയാണ്. ഇവിടെയുള്ള കേരളത്തിലെ കുത്തിത്തിരിപ്പുകാരായ ഇടത് വലത് മുന്നണികൾക്കേറ്റ പ്രഹരമാണ്, മുഖത്തേറ്റ അടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം കുറേ കാലമായിട്ട് മുസ്ലിങ്ങളെ ഇങ്ങനെ ഭയചകിതരാക്കി നിർത്തി വോട്ട് നേടുക എന്നുള്ളതാണ് ഇടതു മുന്നണിയുടെയും വലത് മുന്നണിയുടെയും UDFൻ്റെയും LDFൻ്റെയും ലക്ഷ്യം. എന്തായാലും അതിന് ഏറ്റവും ഒരു കനത്ത തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുകയാണ്. കാന്തപുരം പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നു. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെയൊരു പ്രസ്താവന നടത്തുന്നു. അദ്ദേഹം പറഞ്ഞതൊരു നഗ്ന സത്യമാണ്. ഇതിൽ ആർക്കും ഒരു അത്ഭുതമില്ല. ചിന്തിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. വർഗീയത തലയിൽ പിടിച്ചവർക്ക് മാത്രമേ ഉള്ളൂ മറു അഭിപ്രായങ്ങൾ ഉണ്ടാവുള്ളൂ. കാരണം ലോകത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു മുസ്ലിം സമൂഹമാണ് ഇന്ത്യയിലേത്. അതെല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുത തന്നെയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 12 വർഷങ്ങളായി. ഇന്ത്യയിൽ ഇപ്പോൾ ഒരു വലിയ വർഗീയ കലാപം പോലും അതിനുശേഷം ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലാതെ കോൺഗ്രസ് ഭരണകാലത്ത് തുടർച്ചയായിട്ടുണ്ടായിരുന്ന വർഗീയ കലാപങ്ങളൊന്നും ഇപ്പോൾ ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നില്ല. അതുമാത്രമല്ല, നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെൻസസ് കഴിയുമ്പോൾ, അതായത് ഓരോ സെൻസസ് കഴിയുമ്പോഴും മുസ്ലിം ജനസംഖ്യ അല്ലെങ്കിൽ ന്യൂനപക്ഷ ജനസംഖ്യ വർദ്ധിക്കുന്ന ഒരു രാഷ്ട്രം ലോകത്ത് വേറെ എവിടെയും ഉണ്ടാവില്ല. അത് തന്നെ ഒരു രാഷ്ട്രത്തിലെ ആ ഒരു സമുദായത്തിൻ്റെ ഏറ്റവും മികച്ച അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ നമുക്കറിയാം, ഇപ്പോൾ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലൊക്കെ എന്താണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ, എന്താണ് അവരുടെ ജനസംഖ്യ എവിടെ പോയി എന്നുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. ജാതിക്കും മതത്തിനും അതീതമായിട്ട് തന്നെ കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു ഗവൺമെൻറ് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളത് പലതവണ പ്രധാനമന്ത്രി ആവർത്തിച്ചതാണ്, പ്രാവർത്തികമായിട്ട് നടപ്പാക്കിയതാണ്. ഉത്തരേന്ത്യയിലൊക്കെ പലയിടങ്ങളിലും പ്രധാനമന്ത്രിയുടെ പദ്ധതികളുടെ, കേരളത്തിൽ ഉൾപ്പെടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷ സമൂഹമാണ്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗക്കാർ. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. PM ആവാസ് യോജനയുടെയൊക്കെ ഏറ്റവും വലിയ രീതിയിലുള്ള ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയൊക്കെ ദരിദ്ര മുസ്ലിങ്ങളൊക്കെയാണ്. ദളിത് വിഭാഗക്കാർക്കൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കും അതിൻ്റെ ഗുണം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഗുഡ് വിൽ ജസ്റ്റർ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചും കാന്തപുരത്തെ സംബന്ധിച്ചും. കാരണം കാന്തപുരത്തെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്തിരിക്കുന്നത് വളരെ വയസ്സായുള്ളൊരു തീരുമാനം തന്നെയാണ്. കാരണം രാജ്യത്തിനൊപ്പം നീങ്ങുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമുക്കറിയാം, കാരണം ഈ വഹാബി അതുകൂടാതെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. അതായത് വഹാബി ഉണ്ട്, സലഫിസം ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അത്ര അടുത്ത് നിൽക്കുന്ന ഒരു സംവിധാനമല്ല കാന്തപുരത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ സമസ്ത വിഭാഗക്കാർ ഇതിൽ നിന്ന് അല്പം മാറി നിൽക്കുന്നവരാണ്. സൂഫി പാരമ്പര്യമൊക്കെയുള്ള ഒരു സുന്നി വിഭാഗമാണ്. അപ്പോൾ ഇത്തരം സുന്നി വിഭാഗങ്ങളെ ദേശീയ മുസ്ലിങ്ങൾ എന്നുള്ള രീതിയിൽ ഒന്നിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ കാന്തപുരവുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ആ ഒരു ബന്ധമൊക്കെ ദേശീയ തലത്തിൽ തന്നെ BJPക്ക് അതൊരു വലിയ പ്രതിച്ഛായയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഇതുകൊണ്ട് ഇപ്പം BJPക്ക് വോട്ട് കിട്ടുമെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും വിദൂര ഭാവിയിൽ മുസ്ലിങ്ങളെ കൂടുതൽ പാർട്ടിയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഈ കാന്തപുരത്തിൻ്റെ നിർണായക കൂടിക്കാഴ്ച വഴി ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിൽ വളരെ ഹൃദ്യമായി തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചു. ആ ദൃശ്യങ്ങളും ഫോട്ടോയൊക്കെ ഇപ്പോൾ തന്നെ വൈറലാണ്. വന്ധ്യവയോധികനായുള്ള ഒരു മത നേതാവിനെ അതേ ആദരവോട് കൂടി തന്നെ അദ്ദേഹം ആദരിച്ചു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയുന്നതാണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് എപ്പോഴും പറയുന്ന ഒരു പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പോൾ എന്തായാലും UDFനും LDFനും ഇതൊരു കനത്ത തിരിച്ചടി തന്നെയാണ്. കാരണം ഒരു നെഗറ്റീവ് ഗെയിമിൽ അവർക്കൊരു വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതിപ്പോൾ മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ജൈനനാണെങ്കിലും പാസി ആണെങ്കിലും സിഖുകാരനാണെങ്കിലും അവരുടെ എല്ലാം ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇവിടെ ചില ആളുകൾ നിങ്ങളുടെ പ്രധാനമന്ത്രി എന്നുള്ള പ്രയോഗമൊക്കെ ഉപയോഗിച്ച് ഒരു യുദ്ധോത്സുകമായിട്ടുള്ള അവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ, അവരുടെ മാധ്യമ സ്ഥാപനങ്ങൾ, ഇവരൊക്കെയാണ് ഈ വെറുപ്പ് ഇങ്ങനെ അടിച്ച് പരത്തി സാധാരണ ജനങ്ങൾക്കിടയിൽ, സാധാരണ മുസ്ലിങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എപ്പോഴും അമിതമായിട്ടുള്ള വിദ്വേഷം, രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുക. ഇതിനൊക്കെ ഏറ്റ ഒരു തിരിച്ചടി കൂടിയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ എതിർക്കാൻ സാധിക്കും? അപ്പം എന്തായാലും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ചേഞ്ചിനുള്ള ഒരു തുടക്കം തന്നെയാണ് ഇത്. കാരണം നമുക്കൊരിക്കലും ഈ ഒരു സന്ദർശനത്തെ രാഷ്ട്രീയ സന്ദർശനമല്ല എന്ന് പറയുമ്പോഴും ഒരു മാറ്റത്തിൻ്റെ പാതയിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സന്ദർശനം തന്നെയാണ് ഇത്. വളരെ പോസിറ്റീവായുള്ളൊരു കാര്യമായിട്ട് തന്നെ ഇതിനെ വിശേഷിപ്പിച്ചാൽ മതി. പിന്നെ കുത്തിത്തിരിപ്പുകാരെ സംബന്ധിച്ച്, കാരണം മുസ്ലിങ്ങളെ എപ്പോഴും ഇരവാദം പറഞ്ഞ് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ്
ഭയചകിതരാക്കി നിർത്തി വോട്ട് നേടുന്ന ആളുകൾക്ക് ഇതൊരു കനത്ത തിരിച്ചടിയാണ്. അപ്പോൾ അവർ ഇപ്പം കാന്തപുരത്തിനെതിരെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്നുണ്ട്. അതുകൂടാതെ സൈബർ അറ്റാക്ക് പോലത്തെ ഒരുപാട് കമൻറ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു വലിയ അർത്ഥമില്ല. കാരണം രാജ്യത്തിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് ഏതൊരു പൗരൻ്റെയും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ദൗത്യം. അത് കാന്തപുരം വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും എല്ലാവർക്കും ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ, അതിനൊപ്പം സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എല്ലാവർക്കും ലഭിക്കുമെന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ എന്തായാലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ആ ഒരു കൂടിക്കാഴ്ച ഒരു വിശാല അർത്ഥത്തിൽ കണ്ടാൽ മതി. ഒരു ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു മികച്ച രീതിയിലുള്ള ഒരു മാറ്റം തന്നെയാണ് അതിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ പെട്ടെന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ഗുണം എന്നതിനേക്കാൾ ഉപരി ഒരു എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു യഥാർത്ഥ നയത്തിന് ഉള്ള ഒരു അംഗീകാരം കൂടിയാണ്. അക്കാര്യത്തിലൊരു തർക്കം വേണ്ട. പിന്നെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ മാത്രമേ ഉള്ളൂ ഇത്തരം ചർച്ചകളൊക്കെ പാടുള്ളൂ. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നത് വരെ കാത്തിരിക്കുന്നു പറഞ്ഞാൽ കാത്തിരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് റിയലിസ്റ്റിക്കായി ചിന്തിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അവരതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കും. അല്ലാത്തവരിങ്ങനെ നെഗറ്റീവ് പൊളിറ്റിക്സും പറഞ്ഞ് ഒരു മെയിൻ സ്ട്രീമിന് പുറത്ത് നിൽക്കുകയേ ഉള്ളൂ.